ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്റ്റോൺ എന്നാണ്, കറുത്ത കല്ല് എന്നാണ്. അങ്ങനെ തെറ്റുകാരായ മനുഷ്യന്മാരെ ചുംബിച്ചിട്ടിട്ട് ആണ് അങ്ങനെ കറുത്തു പോയത് എന്ന് സുഹൈത്ത് ഇമാമിന് ഒരു അഭിപ്രായം ഉണ്ട്. അപ്പൊ കല്ലിന് തന്നെ ആ സ്വാധീനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കൽബ് എത്രത്തോളം കറുത്തു പോയിട്ടുണ്ടാവും എന്ന് ഇമാമികൾ ചോദിക്കുന്നുണ്ട്. നുക്തത്തുൻ സൗദ എന്ന ഹദീസ് വിശദീകരിച്ചിട്ട് ഇത്ര കറുത്തു പോകുന്നു. മനസ്സിനെ സ്വാധീനിക്കാതിരിക്കും. ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ഉദാഹരണം പറയാം. നിങ്ങളാണ്ടിൽ പച്ച മാങ്ങ ഉണ്ടാവാറുണ്ടോ? തൊലി മാത്രം കളയുന്ന ഒരു കത്തി ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് തൊലി ഇങ്ങനെ കള്ളു ഉള്ളിലുള്ള അണ്ടി എടുത്ത് കള്ളു, രണ്ട് പച്ച മാങ്ങ ഉള്ളിലുള്ള അണ്ടിയിൽ ഇപ്പൊ ഏകദേശം കടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു മാങ്ങ, ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ മാങ്ങ പീസ് 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 ആക്കി എന്ന് പറഞ്ഞാൽ സാധനം മനസ്സിലായി. കുറച്ചിട്ട് ഇതിൽ കുറച്ച് പൊടി ഉപ്പില്ലേ ചെറിയ പൊടി ഉപ്പില്ലേ, ആ ഉപ്പ് അതിലിങ്ങനെ ഇട്ട് പുരട്ടി ഈ മാങ്ങയിൽ, എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് പുളി ഇതിലിങ്ങനെ ഞാനിങ്ങനെ പുരട്ടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വായിലെന്തോ ഇല്ലേ ഉണ്ടാ? ഞാനിവിടെ പറയുന്ന ഒരു വാക്ക് നിങ്ങളിൽ സ്വാധീനിച്ചുകൊണ്ടാണ് വായിൽ ഉമിനീര് വരുന്നത്. ഇപ്പോൾ ഒരു അന്യ പെണ്ണിനെ കണ്ട ഇവിടെ സ്വാധീനിക്കും. അതാണ് നുക്തത്തുൻ സൗദ എന്ന് പറയുന്നത്. ഒരു ഹറാമ് കേട്ടാൽ ഞാൻ വെറുതെ ഇതെന്താ പറയുന്നത് നോക്കാൻ വേണ്ടി യൂട്യൂബിൽ നിന്ന് കേട്ടെ, അയ്യേ ഉള്ളിൻ്റെ ഉള്ളിൽ സംശയം ഇങ്ങനെ വരും, ഈമാൻ നഷ്ടപ്പെടും. സ്വാധീനിക്കും, എല്ലാം സ്വാധീനിക്കും.